ചെണ്ടുമല്ലിപ്പൂക്കളുടെ സൗന്ദര്യ ശോഭയിൽ കോടനാട് പോലീസ് സ്റ്റേഷൻ മുറ്റം. സ്റ്റേഷന്റെ മുൻവശത്ത് കാട് പിടിച്ചു കിടന്ന പ്രദേശം മനോഹരമാക്കിയാണ് ഇവിടെ ചെണ്ടുമല്ലി പൂന്തോട്ടം ഒരുക്കിയത്. ജോലിയുടെ പിരിമുറുക്കങ്ങൾക്കിടയിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വലിയ സന്തോഷവും ഊർജവും പകരുന്നതാണെന്ന് പോലീസുകാർ. കോടനാട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗേറ്റ് കടന്നാൽ വലതുവശത്താണ് ഈ പൂന്തോട്ടം. ഇവിടെ മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ധാരാളം ചെണ്ടുമല്ലിപ്പൂക്കൾ പൂത്തുവിടർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവർക്ക് ചുറ്റും പാറിക്കളിക്കുന്ന പൂമ്പാറ്റകളും വണ്ടുകളും വേറെ. പോലീസ് സ്റ്റേഷനിലെ PRO SI ജോബി ജോർജിന്റെ മനസ്സിലുദിച്ച ആശയമാണ് ഇതുപോലൊരു പൂന്തോട്ടത്തിന് കാരണം. കാട് പിടിച്ചു കിടന്ന ഈ പ്രദേശം വെട്ടിവെളുപ്പിച്ച് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള സ്വകാര്യ ഫാമിൽ നിന്ന് കുറച്ച് ചെണ്ടുമല്ലി വിത്തുകൾ വാങ്ങി കൃഷി ചെയ്തു. വനിതാ സിവിൽ പോലീസ് ഓഫീസർ ചന്ദ്രലേഖയും മറ്റ് സഹപ്രവർത്തകരും ചേർന്ന് ഇതിന് കൃത്യമായ ഇടവേളകളിൽ വെള്ളവും വളവും നൽകി. രാവിലെ തങ്ങളുടെ ജോലി തുടങ്ങുന്നതിന് മുൻപും വൈകിട്ട് ജോലി കഴിഞ്ഞതിനു ശേഷവുമാണ് ഈ ചെണ്ടുമല്ലിത്തോട്ടത്തെ പരിചരിക്കുവാൻ പോലീസുകാർ സമയം കണ്ടെത്തിയത്. ജോലിയുടെ പിരിമുറുക്കങ്ങൾക്കിടയിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വലിയ സന്തോഷവും ഊർജവും പകരുന്നതാണെന്ന് പോലീസുകാർ പറഞ്ഞു. രാവിലെ ഉദയസൂര്യന്റെ പ്രകാശത്തില് നിറയെ ചിത്രശലഭങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഈ ടെൻഷനുള്ള ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്നുണ്ട്. ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കാണുമ്പോൾ ഇത് അപ്പോൾ എല്ലാ സ്റ്റേഷനുകൾക്കും ഇതൊരു മാതൃകയാക്കാവുന്നതാണ്. കാരണം നമുക്ക് സ്റ്റേഷൻ കോമ്പൗണ്ടുകളിൽ പുല്ല് പിടിച്ച് അല്ലെങ്കിൽ കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന ധാരാളം സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വരുന്നവർക്കും ഒരു മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാഴ്ചയായിട്ട് ഇത് മാറും. വരും നാളുകളിൽ ബാക്കിയുള്ള സ്ഥലത്തും ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ കൃഷിരീതികൾ പരീക്ഷിക്കുവാനുള്ള ഒരുക്കത്തിലാണ് കോടനാട് പോലീസ് സ്റ്റേഷനിലെ SI ജോബി ജോർജും കൂട്ടരും. ബഹുമാനപ്പെട്ട ASP ഇവിടെ ഇൻസ്പെക്ഷൻ സമയത്ത് ഈ സൈഡൊക്കെ ഒന്ന് കെട്ടി നന്നാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ നമ്മളത് കട്ട വെച്ച് കെട്ടി സിമെന്റൊക്കെ ഇട്ട് അവിടെ ലെവലൊക്കെ ചെയ്തു. അപ്പൊ നല്ല മണ്ണ് നല്ല ലെവലായിട്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു നല്ല പൂന്തോട്ടം പിടിപ്പിക്കാം എന്ന് കരുതി അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ഓണത്തിന് കുറച്ച് പൂവുകൾ കിട്ടണം എന്ന് കരുതി കുറച്ച് പൂച്ചെടികൾ വെക്കാമെന്ന് തീരുമാനിച്ചാണ് ഇങ്ങനെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയത്. ബാക്കിയുള്ള സ്ഥലം കൂടി അടുത്ത പ്രാവശ്യം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. സെപ്റ്റംബർ 7 മുതൽ ഇറമ്പത്തിയറ ഫർണിച്ചറിന്റെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നു. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെടുന്ന ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ കസ്റ്റമൈസ്ഡ് ഫർണിച്ചറുകൾ, ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇനി നേരിട്ട് സ്വന്തമാക്കാം. അതും ഗ്യാരണ്ടിയോടെ. ഇറമ്പത്തിയറ ഫർണിച്ചർ ഇനി മുതൽ കൂത്താട്ടുകുളത്തും.